വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടി കുത്തിയൊലിച്ച മലവെള്ളം ചാലിയാർ പുഴയെ ചാവുപുഴയാക്കി മാറ്റിയിരിക്കുന്നു. പുഴയുടെ തീരത്ത് നിന്ന് ചൊവ്വാഴ്ച കണ്ടെടുത്ത 32 മൃതദേഹങ്ങളാണ്. 25 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. കരയ്ക്കടിയാതെ ഒഴുകിപ്പോയത് അതിലേറെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടുന്നത്. മലവെള്ളം ഒഴുകിയെത്തിയതോടെ ചാലിയാർ ഉഗ്രരൂപിയായി മാറുകയായിരുന്നു. ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹമാണ് കരക്കടിഞ്ഞതായി നാട്ടുകാർ ആദ്യം കാണുന്നത്. പൂർണ്ണ രൂപത്തിലുള്ള ഒരു ദേഹം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഉരുണ്ടുവന്ന പാറകളിൽ കുടുങ്ങിയും ഇടിച്ചും മുറിഞ്ഞു വികൃതമായ നിലയിലായിരുന്നു. കൈകാലുകളും ശിരസുകളും എല്ലാം പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാണ്. പോത്തുകൽ, വാണിയമ്പുഴ, ഇരുട്ടുകുത്തിക്കടവ്, പനങ്കയം തുടങ്ങിയ പലയിടങ്ങളിൽ നിന്നായിട്ടാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. ഏകദേശം 15-20 കിലോമീറ്ററുകളെങ്കിലും ശക്തമായ കുത്തൊഴുക്കിൽ വനമേഖലയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൃതദേഹങ്ങൾ മിക്കവയും ഛിന്ന ഭിന്നമായത്. മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകിയാണ് മുണ്ടേരിയിലെത്തിയത്. ചാലിയാറിന്റെ തീരത്തണഞ്ഞ മൃതദേഹങ്ങളുടെ എല്ലാം ശരീരത്തിൽ വലിയ പരിക്കുകളാണ് ഉള്ളത്. പല മൃതദേഹങ്ങളിലും ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുമില്ല. കാലും കൈകളും മാത്രമായും തലയില്ലാതെയും അരയ്ക്ക് താഴെയുള്ള ഭാഗങ്ങൾ ഇല്ലാതെയുമാണ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടായേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്.